വെള്ളാപ്പള്ളി നടേശൻ്റെ മുസ്ലിം വിരുദ്ധമായ പരാമർശത്തെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ശക്തിയായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങളെല്ലാം പറഞ്ഞാലും അതിനേക്കാളെല്ലാം ശക്തിയായിട്ട് വന്ന ആശയ മുൻകൈ വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തിയിട്ടുള്ള ഈ മുസ്ലിം വിരുദ്ധ പ്രചാരവേലക്ക് ഞങ്ങൾ വേണ്ടത്ര മറുപടി പറഞ്ഞില്ല എന്ന ആശയമാണ് മുൻകൈയിൽ വന്നത്. അതായിരുന്നു ഞാൻ ചൂണ്ടിക്കാണിച്ചത്. തള്ളി പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ മന്ത്രി ഈ ഇവിടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം, ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യമൊന്നുമല്ല, വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തുന്ന വർഗീയമായ ഒരു നിലപാടിനോടും CPIM-ന് യോജിപ്പില്ല. ഞാൻ നിങ്ങളോട് തന്നെ പറഞ്ഞു, ഇവിടെ തന്നെ പറഞ്ഞു. എത്ര പ്രാവശ്യം? ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. വർഗീയ വിഷം പ്രസ്താവന നടന്ന വെള്ളാപ്പള്ളി നടേശൻ സർക്കാർ രൂപീകരിച്ച നവോത്ഥാന സമിതിയുടെ ചെയർമാനായിരുന്നു. നവോത്ഥാനവും അതിന് ശേഷമാണ് ഈ സംഭവം. വർഗീയതയും നവോത്ഥാനവും ഒരുമിച്ച് പോകുമോ? അതറിയാത്തവരല്ലോ അങ്ങനെയുള്ള ആളുകൾ. നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഘട്ടത്തിലെല്ലാം നവോത്ഥാന മൂല്യത്തിന് പിന്തുണയും, വർഗീയ നിലപാടുകൾ സ്വീകരിക്കുന്ന ഏത് സന്ദർഭത്തിലായാലും ആരായാലും അതിന് ഒരു തരത്തിലുള്ള പിന്തുണയും ഞങ്ങൾ നൽകുന്ന പ്രശ്നമില്ല. അതല്ലേ പറഞ്ഞത് ഇപ്പോൾ, അതല്ലേ ഞങ്ങൾ സ്വയംവിമർശനമായിട്ട് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞല്ലേ നേരത്തെ. ആയിരുന്നു, ഒരു സംശയമില്ല. PJ പറയുന്നതല്ലോ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പാർട്ടി സംസ്ഥാന കമ്മിറ്റി എടുത്ത തീരുമാനമല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലല്ല, നവോത്ഥാന സമിതി രൂപപ്പെട്ടത് വേറൊരു പശ്ചാത്തലത്തിലാണ്. അത് ഈ നായാടികൾ മുതൽ നമ്പൂതിരി വരെ എന്ന് പറഞ്ഞിട്ട് RSSകാർ എല്ലാ ജാതി സ്വത്വങ്ങളെയും ഒരു പ്രത്യേക രീതിയിൽ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് യഥാർത്ഥത്തിൽ നവോത്ഥാന പ്രസ്ഥാനം ഉടലെടുത്തത്. ആ നവോത്ഥാന പ്രസ്ഥാനം രൂപപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് RSS കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്നിട്ടുള്ള അവരുടെ ഈ നായാടി മുതലുള്ള പ്രയോഗം അങ്ങോട്ട് മാറാൻ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ ഓരോ ചരിത്രഘട്ടത്തിലും ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. ആ സംഭവങ്ങളിൽ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി നവോത്ഥാന പ്രസ്ഥാനത്തിനും നവോത്ഥാന സദസ്സിനും സാധിച്ചു എന്നുള്ളത് സത്യമാണ്. എന്നാൽ അത് തന്നെ ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കണമായിരുന്നു എന്ന് തന്നെയാണ് ഞങ്ങളുടെ അല്ല, പറയാൻ തയ്യാറായില്ല എന്നല്ല പറഞ്ഞു. പക്ഷെ പറഞ്ഞതൊന്നും ഈ ഞാനല്ലേ പറഞ്ഞില്ല. ഞാൻ തന്നെ ഞങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. ഞാൻ തന്നെ പറഞ്ഞു, നമ്മളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ പറഞ്ഞതിൻ്റെ ഒന്നും ഒരു ഊക്കുണ്ടല്ലോ, ആ ഒരു ഊക്ക് പോരാന്നാണ് ചർച്ചയിൽ വന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഈ നമ്പർ ഞാൻ പറയാം. 7 അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയും അതോടൊപ്പം ദേവസ്വം മന്ത്രിയായിരുന്ന VN വാസവനും 2 ചടങ്ങുകളിൽ സംസാരിച്ചു. ഒന്ന് തിരുവനന്തപുരത്ത്, ഒന്ന് പള്ളുരുത്തിയിൽ. അപ്പൊ ഇത്തരത്തിൽ വെള്ളാപ്പള്ളി വർഗീയ വിഷം ചുമത്തി ആയോപിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയത്. പിന്നെ അദ്ദേഹത്തെ പോലീസാണ്, പിന്നെ ജനങ്ങൾക്കിടയിൽ ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ജനങ്ങളിൽ വന്നിട്ടുള്ള അവബോധത്തിന് കൃത്യമായ മറുപടി പറഞ്ഞില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വിമർശനപരമായിട്ട് കാണുന്നത്. തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ മുന്നണിയെ നയിച്ച പിണറായി വിജയനോ പാർട്ടിയെ നയിച്ച പാർട്ടി സംസ്ഥാന സെക്രട്ടറി താങ്കൾക്കോ വീഴ്ച പറ്റിയിട്ടുണ്ടോ? വ്യക്തിപരമായിട്ടുള്ള വീഴ്ചയൊന്നും സംഭവിച്ചില്ല. ഞങ്ങൾക്ക് എല്ലാം ഞങ്ങളിപ്പം മുഖ്യമന്ത്രി ആയാലും അതുപോലെ പാർട്ടി സെക്രട്ടറി ആയാലും കൂട്ടായ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് ഏതെങ്കിലും വ്യക്തിക്ക് പറ്റിയ ഒരു കുഴപ്പം കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായത് എന്ന നരേഷൻ തെറ്റായ സമീപനമാണ്. ഞങ്ങളത് അംഗീകരിക്കുന്നില്ല, പാർട്ടി അംഗീകരിക്കുന്നില്ല. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങൾ ഉയർത്തിക്കാണിച്ച ഘട്ടത്തിലെല്ലാം അതിനനുകൂലവും അതിന് എതിരായ നിലപാട് സ്വീകരിക്കുന്ന ഘട്ടത്തിലെല്ലാം അതിനെതിരായും ആണ് നമ്മൾ നിലപാട് സ്വീകരിക്കേണ്ടത്. അപ്പോൾ വർഗീയതയോടുള്ള ഞങ്ങളുടെ നിലപാടെന്താണ് എന്ന് ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കിയാണ്. ഒരു ഭാഗത്ത് ഭൂരിപക്ഷ വർഗീയതയും മറുഭാഗത്ത് ന്യൂനപക്ഷ വർഗീയതയും ഉണ്ട്. ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഒപ്പം ചേർന്നുകൊണ്ട് ലീഗ് നേതൃത്വം നൽകി രൂപപ്പെടുത്തിയ മതാത്മകതയും അതിനെ തുടർന്നുള്ള വർഗീയതയും ശക്തിയായിട്ടുള്ള തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. ഭൂരിപക്ഷ വർഗീയതയുടെ ഭാഗമായിട്ട് ചേർന്ന സ്വത്വരാഷ്ട്രീയ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ശക്തിയായിട്ട് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. കേരളത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ മതനിരപേക്ഷ ഉള്ളടക്കത്തിൻ്റെ ഒരു പശ്ചാത്തലം രൂപപ്പെടുത്തി മുന്നോട്ടേക്ക് പോകാൻ നമുക്ക് ഈ 2 വർഗീയ ശക്തികളെയും എതിർത്തുകൊണ്ടല്ലാതെ മുന്നോട്ടേക്ക് പോകാനാവില്ല എന്ന കൃത്യമായ അനുഭവ പാഠമാണ് പാർട്ടിക്ക്.
വെള്ളാപ്പള്ളി അന്ന് പറഞ്ഞ തെറ്റാണ്, അദ്ദേഹം തിരുത്തണമെന്ന് CPI ഇപ്പോൾ ആവശ്യപ്പെടും. ഉറപ്പില്ല, അതിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തിരുത്തണമെന്ന് പറഞ്ഞ് നമ്മൾ അഭ്യർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല. അദ്ദേഹം അതാ ഞാൻ പറഞ്ഞത്, മലയാളമല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിങ്ങനെയാണ്, അതായത് വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം വിരുദ്ധമായ വർഗീയമായ പരാമർശം കൈകാര്യം ചെയ്തതിൽ ഞങ്ങൾക്ക് യോജിപ്പില്ല, ഞങ്ങളതിനെതിരാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റി കൊണ്ടുപോയത് വിമർശിക്കുന്നു. അല്ല, കാറിൽ കയറ്റി കൊണ്ടുപോയ വിമർശനമൊന്നും ശരിയായ വിമർശനമല്ല. കാരണം ഒരു മനുഷ്യൻ നടന്നു പോകുന്ന സന്ദർഭത്തിൽ, അതിപ്പോൾ രാഷ്ട്രീയ എതിരാളിയായാൽ പോലും, കാറിൽ പോകുന്ന ഒരാൾ, ഞാൻ കാറിൽ പോകുന്നു, അപ്പോൾ ഒരാൾ നടന്ന് പോവാണ്, കേക്ക് അങ്ങനെ പോകുമ്പോൾ ഒരാളെ ഒരു സ്ഥലത്തേക്ക്, അത് അവിടുന്ന് ഒരു സ്ഥലത്ത് കാറിൽ നിർത്തിയിട്ട് വരുന്നതാണ്. മുഖ്യമന്ത്രി ആകുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേകതയാണല്ലോ മുമ്പോട്ടേക്ക് പോകാനുള്ള സൗകര്യം. അങ്ങനെ കാറ് കയറ്റി എന്നുള്ളത്, അത് വെച്ചിട്ട് വർഗീയതയ്ക്ക് അനുകൂലമായി എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നതൊന്നും ശരിയായ സമയം.